Hi all, it's me JKK from JKK for you. So ഒരു മൂവി റിവ്യൂ ആണ് ഗോഡ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഗോഡ് സ്റ്റാറിംഗ് തലപതി വിജയ്, ഡയറക്റ്റഡ് ബൈ വെങ്കട് പ്രഭു, സ്റ്റോറി ബൈ ഹിംസെൽഫ്, പ്രൊഡക്ഷൻ ബാനർ AGS Entertainment, ക്യാമറ സിദ്ധാർത്ഥ ന്യൂനി, എഡിറ്റർ വെങ്കട് രാജൻ, then music is Yuvan Shankar Raja, then stars Vijay, MS Gandhi and Jeevan, Prashant as Sunil, Prabhudeva as Kalyan Sundaram, Ajmal Amir as Ajay, Jairam is there, Jairam as Nasir, then Mohan as Rajiv Menon, Mohan is villain, then Yogi Babu as Diamond Babu, then Sneha as Anuradha or Anu Gandhi, then Laila as Dr. Radhika Sunil, then Meenakshi is there, Meenakshi Chowdhury is there, so Srinidhi Sunil, her character name. Then Abhyuddha is there, Abhyuddha Manikandan as Jeevitha Gandhi, sister of Vijay. Then cameos ഒക്കെ ഉണ്ട്, ശിവകാർത്തികേയൻ, തൃശ്ശയൊക്കെ ഉണ്ട്. ഓക്കെ, സിനിമയിലേക്ക് വന്നാൽ യൂഷ്വൽ ഒരു വിജയ് സിനിമയൊക്കെ തന്നെയാണ് ഇത്. വലിയ സ്റ്റോറിയോ കഥയൊന്നും തന്നെയില്ല. നമ്മൾ കണ്ടു മറന്ന കുറേ സിനിമകളുടെയൊക്കെ തന്നെ ഒരു മാഷപ്പ് പോലത്തെ ഒരു സിനിമ. ഇൻ ബിറ്റ്വീൻ എനിക്ക് ആ ഇൻ്റർവെൽ ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ആ ഒരു മെട്രോ ഫൈറ്റും പിന്നെ അതിനുശേഷം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ജേഴ്സി ഇട്ടുകൊണ്ട് വരുന്ന ആ ഒരു സീക്വൻസ് ഒക്കെ. അതൊരു വില്ലൻ വിജയ് ജീവൻ ആ ക്യാരക്ടറാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒക്കെ ഒരു ജേഴ്സി ഇട്ടുകൊണ്ട് ആ മെട്രോയിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന ആ ഒരു ഇൻ്റർവെൽ ഭാഗം കൊള്ളാം. പിന്നെ സെക്കൻഡ് ഹാഫൊക്കെ ഒരു ഓക്കേഷാണ്. പിന്നെ ക്ലൈമാക്സിലെ സ്റ്റേഡിയം ഫൈറ്റ് ഒന്നും അത് വേണ്ട ഒരു സംഭവമൊന്നും അല്ല. ആക്ച്വലി ആ സ്റ്റേഡിയം ഫൈറ്റേ വേണ്ടായിരുന്നു. അതിന് ഇടയിൽ ക്രിക്കറ്റ് കളി കാണിക്കുന്നു, CSK വേഴ്സസ് മുംബൈ. അപ്പോൾ അതൊന്നും ഒരു ആവശ്യമില്ലായിരുന്നു, സ്റ്റേഡിയം ഫൈറ്റിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ക്ലൈമാക്സിൽ. പിന്നെ തമിഴ് ഓഡിയൻസിനെ കൈയെടുക്കാൻ വേണ്ടി ഞാൻ തോന്നുന്നു അങ്ങനത്തെ ഒക്കെ സീക്വൻസ് വെച്ചേക്കുന്നത്. എനിവേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ സ്ഥിരം കണ്ടു മറന്ന കുറേ സിനിമകളിലൊക്കെ തന്നെ മാനദർശങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ ഉള്ളത്. എല്ലാവരും ക്ലീശ തന്നെയാണ്. പിന്നെ വിജയ് പുള്ളി ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ പാട്ടുകളൊക്കെ തന്നെയുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന പോലെ തന്നെ വിസിൽ പോടു ഒരു ഓപ്പണിംഗ് സോങ് ഉണ്ട്. പിന്നെ സ്പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ടുണ്ട്. പിന്നെ മാട്ട, പിന്നെ ചിന്ന ചിന്ന എന്ന് പറഞ്ഞുകൊണ്ടൊരു മെലഡി സോങ്ങും ഉണ്ട്. ഇതിലെ സ്പാർക്ക് സോങ് ഹെവിയാണ്. നമ്മുടെ വിജയ് തൃശ്ശയുടെ ഒരു സോങ്ങാണ് അത്. ഒരു തൃശ്ശയുടെ ഒരു ക്യാമിയോ സോങ്ങാണ് അത്. നമുക്കൊരു അപ്പടിപ്പോട് വൈബൊക്കെ ആ സോങ്ങിലുണ്ട് ആക്ച്വലി മാട്ട. പിന്നെ സ്പാർക്കൊക്കെ എന്തിനോ വേണ്ടി തെളിച്ചൊരു സ്പാർക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും. ആ പാട്ടിൻ്റെ ആവശ്യം ആ സിറ്റുവേഷൻ ഇല്ല ആക്ച്വലി. അതൊരു ഇമ്പോർട്ടൻ്റ് സീക്വൻസ് ആണ് അത്. ആക്ച്വലി ഒരു കൊലപാതകമൊക്കെ നടക്കുന്നൊരു സീക്വൻസ് ആണത്, സീനാണ്. അവിടെ എന്തിനാണ് ഈ പാട്ട് വെച്ചതെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല ആക്ച്വലി. എന്താണെങ്കിലും ആ പാട്ട് കൊള്ളാം, മീനാക്ഷി ചൗധരി കൊള്ളാം ആ പാട്ടിൽ. എനിവേ ഓവറോൾ ഓക്കെ സിനിമ തന്നെയാണ്. പിന്നെ വിജയുടെ സിസ്റ്ററായിട്ട് അഭിനയിച്ച കുട്ടി അഭിയുദ്ധ മണികണ്ഠൻ, ആ കുട്ടിയും കൊള്ളാം, ആ ജീവാനന്ദ ഗാന്ധി. പിന്നെ വില്ലനൊക്കെ ഡമ്മി വില്ലനാണ്. ഒരു വില്ലൻ വിജയ് തന്നെയാണ് ക്ലൈമാക്സിൽ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ വേറെ വില്ലനുണ്ട്. പിന്നെ വിജയുടെ കുറേ CG വർക്കൊക്കെ എന്തിനോ വേണ്ടി തെളിച്ച സാമ്പാർ എന്നൊക്കെ പറയുന്ന പോലെ അതിനൊന്നും ഒരു ആവശ്യമില്ലായിരുന്നു ആക്ച്വലി. മൊത്തത്തിൽ ആ ഗോട്ട് പേര് പോലെ ഒന്നും ആയിട്ടൊന്നുമില്ല, ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് ഒന്നുമല്ല. പിന്നെ വൺ ടൈം വാച്ചബിൾ അത്രയേ ഉള്ളൂ ആക്ച്വലി. കണ്ടിരിക്കാം. ഈ സിനിമ രണ്ടാഴ്ച മുമ്പ് കണ്ടതാണ്. ഐ മീൻ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ കണ്ടതാണ്. പിന്നെ ഇപ്പോഴാണ് റിവ്യൂ ഇടുന്നത്. ഇത് OTTയിലും വന്ന് തോന്നുന്നു. പിന്നെ അധികമൊന്നും പറയാനൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ ആക്ച്വലി. ഓക്കെ, എൻ്റെ സിനിമ കണ്ടതായതുകൊണ്ട് നമ്മൾ റിവ്യൂ ഇടുവാണ്. ലേറ്റായി, എന്നാലും നമുക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എനിവേ ഗോട്ട് ഇത്രയേ ഉള്ളൂ, വൺ ടൈം വാച്ചബിൾ. ഓക്കെ, അതും തിയേറ്ററിലാണെങ്കിൽ വൺ ടൈം വാച്ചബിൾ, OTTയിലും ആണെങ്കിൽ എവിടെയാണെങ്കിലും വൺ ടൈം വാച്ചബിൾ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. ഗോട്ട്, ബൈ ബൈ.